പെരുമാൾ മുരുകൻ്റെ അർദ്ധനാരി. പ്രസാധകക്കുറിപ്പ്. പെരുമാൾ മുരുകൻ എന്ന എഴുത്തുകാരൻ ഇന്ന് ഫാസിസ്റ്റുകളാൽ വേട്ടയാടപ്പെടുന്ന എഴുത്തുകാരുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിൻ്റെ മാതൊരുഭാഗൻ, വൺ പാർട്ട് വുമൺ, സമൂഹ ദുരാചാരങ്ങൾക്ക് ഇരയായ കാളിയുടെയും പൊന്നയുടെയും കഥയാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ രഥോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികളില്ലാത്ത സ്ത്രീകൾക്ക് ഏതെങ്കിലും പുരുഷനാൽ ഗർഭധാരണം നടത്താനുള്ള സാമൂഹ്യ അനുമതി സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളാണ് വരച്ചുകാട്ടിയത്. അതേ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും മുൻനിർത്തിയാണ് ഈ നോവലും എഴുതപ്പെട്ടിട്ടുള്ളത്. ഇത് ആസ്വദിക്കണമെങ്കിൽ മാതൊരുഭാഗൻ വായിക്കണമെന്നില്ല. സ്വതന്ത്രമായി നിലനിൽക്കുന്ന അർദ്ധനാരിയുടെ 4ാം പതിപ്പ് വായനക്കാർക്ക് മുൻപിൽ സമർപ്പിക്കുന്നു. 1. പൂവരശിൻ്റെ വെട്ടിമുറിച്ച കൊമ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് കാളിയിരുന്നു. കൈ വെട്ടിമുറിക്കപ്പെട്ട് തോളിൽ നിന്നും ചെറിയ തുണ്ട് നീണ്ടുകിടക്കുന്നത് പോലെ അത് തോന്നിച്ചു. അരിവാൾ കൊണ്ടുള്ള വെട്ടുവീണു ചിതറിയ സ്ഥലങ്ങൾ ഉണങ്ങിക്കിടന്നിരുന്നു. അമ്മയുടെ നിർബന്ധം സഹിക്കാനാവാതെ അവൻ തന്നെയാണ് കൊമ്പ് വെട്ടിക്കളഞ്ഞത്. അവന് വളരെ ഇഷ്ടമുള്ള കൊമ്പായിരുന്നു അത്. മരം കനിവുകാട്ടി തൻ്റെ ഒരു കൈ താഴ്ത്തി നീട്ടി വന്നു കയറിക്കൊള്ളൂ എന്ന് സ്നേഹത്തോടെ പറയുന്നത് പോലെയുണ്ടാകും. ഉത്സാഹം വന്നാൽ പെട്ടെന്ന് ഓടിച്ചെന്ന് ചാടിക്കുതിച്ച് അതിനെ എത്തിപ്പിടിച്ച് തൂങ്ങിയാടും. കൈ വേദനിക്കുന്നതുവരെ തൂങ്ങിയാടും. മരത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന കാളകളും പശുക്കളും ഭയത്തോടെ അവനെ നോക്കും. അവൻ്റെ അമ്മാവൻ്റെ മക്കൾ ഒരു കൊല്ലം രഥോത്സവത്തിന് വന്നപ്പോൾ ആ കൊമ്പിലാണ് ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തത്. ആട്ടിവിട്ടാൽ യാതൊരു തടസ്സവുമില്ലാതെ വളരെ ദൂരെ വരെ ആടിയിട്ട് വരാം. കൊമ്പ് ഒരു ഫയൽവാൻ തൻ്റെ കൈ ബലമായി വച്ചിരിക്കുന്നത് പോലെ വച്ചിരിക്കുന്നതല്ലാതെ ഇളക്കാറില്ല. മുറിഞ്ഞു പോകുമെന്ന ഭയമേ വേണ്ട. അത് വെട്ടിക്കളയേണ്ടി വന്നല്ലോ എന്ന ദുഃഖമാണ് അവന്. എന്നാൽ അമ്മ അത് വെട്ടിയേ തീരൂ എന്ന് പറഞ്ഞു. മരം തന്നെ വെട്ടിക്കളയണമെന്ന് പറഞ്ഞതിന് അവൻ കഠിനമായി എതിർത്തു. അതിനാൽ കൊമ്പ് വെട്ടലോടെ അത് അവസാനിച്ചു. അന്നുണ്ടായിരുന്ന അവസ്ഥയിൽ അവൻ്റെ കണ്ണിന് പൂവരശു മരത്തിൻ്റെ കൊമ്പ് മരമായി കാണപ്പെട്ടു. എന്തോ അത് വാ എന്ന് തന്നെ സ്നേഹത്തോടെ വിളിക്കുന്നത് പോലെയുണ്ടായിരുന്നു. മരണത്താൽ അല്ലാതെ മറ്റൊന്നിനെ കൊണ്ടും കടക്കാനാവില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. സാധാരണ കാര്യമാണോ അത്? ഒരാളെ ചതിക്കാൻ എത്ര പേർ ചേർന്നാണ് പദ്ധതിയിട്ടിരിക്കുന്നത്? അമ്മ, അമ്മായി, അമ്മായിയമ്മ, അമ്മായിയപ്പൻ, മച്ചിനൻ, പൊന്ന എല്ലാവരും സമ്മതിച്ചിരിക്കും. പൊന്നയ്ക്ക് എങ്ങനെ അത് സമ്മതിക്കാനാകും? മറ്റൊരാളുടെ കൂടെ കിടക്കുവാൻ അവളുടെ മനസ്സിൽ ആഗ്രഹമില്ലെങ്കിൽ ഇതിനവൾ എങ്ങനെ സമ്മതിക്കും? അരിവാൾ എടുത്തുകൊണ്ടുപോയി ഒരൊറ്റ വീശലിൽ തല വേറെ ഉടൽ വേറെയായി അവളെ അറുത്തിടാമെന്നാണ് ആദ്യം തോന്നിയത്. എന്നാൽ അത് അല്പനേരത്തെ പിടച്ചിലോടെ നിലച്ചു പോകും. ഭാര്യയെ വെട്ടിക്കൊന്നവൻ എന്ന പേരോടുകൂടി ബാക്കി കാലം കഴിയേണ്ടി വരും. അവൾ ജീവിതകാലം മുഴുവൻ ഓർത്തോർത്ത് കരയണം. അത്തരത്തിലുള്ള ശിക്ഷ തൻ്റെ മരണം തന്നെയാണെന്ന് അവന് തോന്നി. ചത്തൊഴിഞ്ഞാൽ ബാക്കി കാലത്തെ കഷ്ടപ്പാടുകളും ഇല്ല എന്ന ചിന്തയും മനസ്സിലുണ്ടായി. നീ തുടിച്ചു കിടക്കണം എന്ന വാക്കുകൾ അവൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നു. അതുതന്നെ മന്ത്രം പോലെ പലതവണ ഉരുവിട്ടുകൊണ്ടിരുന്നു. പല്ലുകൾ ഇറുമ്മിക്കൊണ്ട് പറഞ്ഞപ്പോൾ ദേഷ്യം കൂടി. ചോളക്കതിരുകൾ കെട്ടിക്കൊണ്ടുവന്ന കയറിൻ്റെ നീണ്ട കഷണം കണ്ണിൽപ്പെട്ടു. പഴയ കയറാണെങ്കിലും പിരികൾക്ക് ബലമുള്ളതിനാൽ ഒരിക്കലും പൊട്ടിപ്പോകില്ല എന്ന കാര്യം ഉറപ്പാണ്. അതെടുത്തു കൊണ്ടുവന്ന് നിന്നിടത്തു നിന്നു തന്നെ പൂവരശിൻ്റെ കൊമ്പിലേക്ക് വീശിയെറിഞ്ഞു. കൊമ്പിൽ വീണ കയർ പാമ്പിൻ്റെ വാല് പോലെ ആടി. അത് വലിച്ച് കുരുക്കിട്ട് വെച്ചു. കഴുത്തിലേക്കിടാൻ പാകത്തിൽ കുരുക്കിട്ടവൻ കയറി നിൽക്കാനായി അല്പം ഉയരമുള്ള വല്ലതും ഉണ്ടോ എന്ന് നോക്കുവാനായി അകത്തേക്കു കയറിപ്പോയി. കോഴിയെ മൂടിവെച്ച കുട്ട കണ്ണിൽപ്പെട്ടു. അവൻ കുട്ട ഉയർത്തി. കോഴികൾ കൊക്കിച്ചുകൊണ്ട് 4 പാട് മൂടി. ഇനിയും ഇരുട്ട് പൂർണ്ണമായും നീങ്ങിയിരുന്നില്ല. കോഴികൾ ഇരുട്ടിൽ അലഞ്ഞു.
കുട്ട എടുത്തുകൊണ്ടുപോയി മരത്തിന് ചുവട്ടിൽ വെച്ചു. കോഴികളുടെ കൊക്കിക്കൽ ശബ്ദം അധികമായി. പുളിമരത്തിൽ നിന്നും കാക്കകൾ കരയുവാൻ തുടങ്ങിയപ്പോൾ ശബ്ദം കേട്ട് മാരായി വേഗത്തിൽ എഴുന്നേറ്റു വന്ന് കോഴികളെ പിടിക്കാൻ ഏതോ കാട്ടുപൂച്ച വന്നിരിക്കും. അതാണ് കോഴികളെല്ലാം ഇങ്ങനെ അപായ ശബ്ദം പുറപ്പെടുവിക്കുന്നത് എന്ന് വിചാരിച്ച് ഹേയ് ഹേയ് എന്ന് ഒച്ചയിട്ടുകൊണ്ട് വേഗത്തിൽ ഓടി വന്നു. തൊണ്ടുപട്ടിയുടെ വേലിക്കതവ് തുറന്നു കിടന്നിരുന്നു. ഏതോ കോഴിക്കള്ളൻ വന്നിട്ടുണ്ടാകും. തൊണ്ടുപട്ടിയിൽ കിടക്കാതെ വീട്ടിലേക്ക് പോയ തൻ്റെ പ്രവൃത്തിയിൽ അവൾ വേദനിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി വന്ന അവളുടെ കണ്ണിൽ കാളിയെയാണ് കണ്ടത്. മങ്ങിയ വെളിച്ചമേ ഉള്ളുവെങ്കിലും അവൾക്ക് നന്നായി കാണാൻ സാധിച്ചു. കുട്ട വെച്ച് കയറാൻ പോയവനെയും കൊമ്പിൻ തൂങ്ങി നിന്ന കയർക്കുരുക്കും കണ്ടപ്പോൾ അവർക്കെല്ലാം വ്യക്തമായി. നെഞ്ചത്തടിച്ചുകൊണ്ട് ഓടിച്ചെന്ന് നിലത്തിരുന്ന് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ 2 കാലുകളിലും ബലമായി കെട്ടിപ്പിടിച്ചു. അവളുടെ പിടുത്തത്തിൻ്റെ ബലത്താൽ അവന് കാലുകൾ അനക്കാനായില്ല. കൃത്യസമയത്തു തന്നെ വന്ന് തടഞ്ഞു കളഞ്ഞല്ലോ എന്ന കോപത്താൽ വിടമ്മേ എന്ന് ഒച്ച വെച്ചുകൊണ്ട് കാലുകൾ കുതറി. അവൾ പിടിവിട്ടതേയില്ല. മുരിങ്ങക്കായ പോലെയുള്ള അവളുടെ ദേഹത്ത് ഇത്രയും ബലമുണ്ടായിരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നതേയില്ല. എലിപ്പെട്ടിക്കുള്ളിലകപ്പെട്ട എലിയെപ്പോലെ കാലുകൾ. വിടമ്മേ എന്നവൻ ദേഷ്യപ്പെട്ടു. അവൻ്റെ കോപം അല്പം തണുത്തു. നിന്നെ വിശ്വസിച്ചിട്ടാണോടാ ഇത്രയും കാലം ഈ ജീവിതം വച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം എന്നെ ആ കുരുക്കിൽ തൂക്ക്. ഞാൻ പിടഞ്ഞു മരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ട് പിന്നീട് നീയും തൂങ്ങ്. മറ്റൊരു കൊമ്പ് മരത്തിലില്ലാതെ പോയല്ലോ എന്നു പറഞ്ഞവൾ കരഞ്ഞു. അവളുടെ കനിവൂറുന്ന ശബ്ദത്തിൽ അവൻ്റെ ലഹരി മുഴുവൻ ഇറങ്ങിപ്പോയിരുന്നു. ശരി വീടമ്മേ, ഒന്നും ചെയ്യില്ല, വിട്. കാലുകൾ അവളുടെ പിടിയിൽ നിന്നും വിടുവിക്കുവാൻ ശ്രമിച്ചുകൊണ്ടവൻ പറഞ്ഞു. എൻ്റെ മേൽ സത്യം ചെയ്യ്, അവൾ പറഞ്ഞു. കാളിയമ്മയാണേ സത്യം. വിടമ്മേ, അവൻ പറഞ്ഞു. ഇപ്പോൾ അവന് ആരെങ്കിലും ഈ കാഴ്ച കണ്ടുപോയാൽ അപമാനമായി പോകുമെന്ന ചിന്തയും ഉണ്ടായി. കാലിലെ പിടിവിട്ടിട്ടവൾ കുട്ട ദൂരേക്ക് തള്ളിമാട്ടിക്കൊണ്ട് എഴുന്നേറ്റു. കാളിക്ക് സ്വബോധം തിരിച്ചു കിട്ടിയിരുന്നു. അമ്മ വന്നിരുന്നില്ലെങ്കിൽ അടിവാനം ചുവന്നു കിടക്കുന്ന കാഴ്ച തനിക്ക് കാണാനാവുമായിരുന്നില്ലല്ലോ എന്നവൻ ചിന്തിച്ചു. മുറ്റത്തെ ചെമ്പിനടുത്തേക്ക് പോയി അവൻ കൈകൾ കൊണ്ട് വെള്ളം കോരി. കൈ താഴേക്ക് പോയി. ചെമ്പിൽ പകുതി മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. കാളി തൊണ്ടുപട്ടിയിലുണ്ടെങ്കിൽ ഏതു നേരത്തും ചെമ്പിലും ബക്കറ്റിലും വെള്ളം നിറച്ചു വെച്ചിരിക്കും. അവൻ വെള്ളം കോരി മുഖം കഴുകി. ആ വെള്ളം തന്നെ അവൻ കുടിച്ചു. അവൻ കിതച്ചു. അവൻ അവിടെ തന്നെ ഇരുന്നു. എഴുന്നേറ്റിരുന്ന മാരായി മാറത്തടിച്ചുകൊണ്ട് പാടുവാൻ തുടങ്ങി. പഴുത്ത ഓലയെല്ലാം പളപളാന്നിരിക്കെ പച്ചോല ഇവിടെ പരദേശം പോകുന്നു. പടുമരമെല്ലാം കുത്തനെ നിൽക്കുമ്പം പച്ചമരമിവിടെ പരദേശം പോകുന്നു. മൂത്ത ഓലകൾ തഴച്ചു നിൽക്കുമ്പം കുരുത്തോല ഇവിടെ മുറിഞ്ഞു വീഴുന്നു. ജീവിതം അവസാനിപ്പിക്കുവാനുള്ള വെറിയടങ്ങി ഈ ലോകത്തെക്കുറിച്ചുള്ള സ്വബോധം വന്നപ്പോൾ അവൻ തൊണ്ടുപട്ടിക്ക് പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു. വയലുകളിലേക്കും പറമ്പുകളിലേക്കും ആടുകളെ മേയ്ക്കുവാൻ പോകുന്നവരുടെ ചെവികളിലേക്ക് ആ നിലവിളി കേട്ടാൽ ഓടിവരും. തൂങ്ങിയാടുന്ന കയർ കണ്ടാൽ കാളി തൂങ്ങിച്ചാക്കാൻ കയറ് കെട്ടിയിരിക്കുന്നു എന്ന് നാട് മുഴുവൻ പാട്ടാകും. അതിന് മറുപടി പറയാനാവില്ല. ഒരു നിമിഷം കൊണ്ട് തലയിലെഴുത്ത് മാറിപ്പോയി. മനസ്സിലെ ദുഷ്ചിന്തകൾ മാറി മനസ്സ് ശാന്തമായി. ജീവനോടെ തന്നെയുണ്ട്. എന്തിനാണിപ്പോൾ നിലവിളിക്കുന്നത്? നേരം വെളുക്കുമ്പോൾ തന്നെ ആരെങ്കിലും കണ്ടാൽ മാനക്കേടാണ് എന്നവൻ ദേഷ്യപ്പെട്ടു. എഴുന്നേറ്റ് ഓടി വന്ന് അവൻ്റെ തലയിൽ പിടിച്ച് ആട്ടി. നിനക്ക് എന്ത് കഷ്ടമാണെടാ വന്നുപെട്ടത്? ജീവൻ കളയാനുള്ള അളവിന് ഇപ്പോൾ മാനക്കേടെന്ന് പറയണത്? ഒരു നിമിഷം ഞാൻ താമസിച്ചിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ മാനക്കേടുണ്ടാക്കിയിട്ട് പോകുമായിരുന്നില്ലേടാ?
എന്നവൾ ഒച്ച വെച്ചു. എല്ലാവരും ചേർന്ന് എനിക്കറിയാത്ത മാനക്കേടല്ലേ ഒരുക്കി വെച്ചത്? ഇനിയും ഞാൻ ഒരാണായി ജീവിക്കണോ എന്നു പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. കട്ടിലിൽ പോയി ഇരുന്ന് അവൻ്റെ തലയിൽ തടവി. എൻ്റെ കുട്ടി, അങ്ങനെ വിചാരിക്കാതെടാ. എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണ്. നല്ലതും ചീത്തതും തിരിച്ചറിയാനാകാത്ത കുട്ടി തന്നെയാ നീ ഇപ്പോഴും. ഞാനാണ് നിനക്ക് നല്ലത് ചെയ്യേണ്ടത്, അതാണ് ചെയ്തത് എന്നു പറഞ്ഞ് അവനെ മാറോടണച്ചു.